റാഞ്ചിയിൽ 5 കിലോമീറ്റർ മാത്രം, പക്ഷേ വഴിയിൽ 6 ബാരിക്കേഡുകൾ. വിദ്യാർത്ഥികളെ തടഞ്ഞതെന്തിന്? റാഞ്ചിയിലെ ഒരു 5 കിലോമീറ്റർ യാത്രയ്ക്ക് ഒരുക്കിയത് എങ്ങനെയുള്ള സുരക്ഷാ സംവിധാനമായിരുന്നു? വഴിയിൽ 1 അല്ല 2 അല്ല 6 പാളി ബാരിക്കേഡുകൾ. ബാരിക്കേഡുകൾക്ക് പിന്നിൽ പോലീസ്, ജാർഖണ്ഡ് ജാഗ്വാർ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതിനൊപ്പം വാട്ടർ കനാൻ, കണ്ണീർ വാതക ഷെല്ലുകൾ, ലാത്തി ചാർജ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജാർഖണ്ഡ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ രംഗങ്ങൾ അരങ്ങേറിയത്. വിദ്യാർത്ഥികളുടെ ആരോപണം എന്താണ്? JPSC, JSSC പോലുള്ള സർക്കാർ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണം. അതിനായി CBI അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. എന്നാൽ സമാധാനപരമായ പ്രതിഷേധത്തിനായി പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഇനി എന്താണ് റാഞ്ചിയിൽ സംഭവിച്ചത് എന്ന് നോക്കാം. ഓഗസ്റ്റ് 11 രാവിലെ റാഞ്ചിയിലെ പഴയ നിയമസഭാ മന്ദിരത്തിന് സമീപം വിദ്യാർത്ഥികൾ ഒത്തുകൂടാൻ തുടങ്ങി. അവിടെ നിന്ന് പുതിയ നിയമസഭയിലേക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് ദൂരം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും അവിടെ എത്തിയിരുന്നു. ഏകദേശം 8000 പേർ വരെ മാർച്ചിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട്. പ്രതിഷേധം സമാധാനപരമായിരിക്കണമെന്നായിരുന്നു നേതാക്കളുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജന്മദിനം കൂടിയായിരുന്നു അന്ന്. നിയമസഭയിലേക്ക് പോയി മുഖ്യമന്ത്രിക്ക് ആശംസകൾ അറിയിക്കാനാണ് പോകുന്നത് എന്ന പരിഹാസ രൂപത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധക്കാർക്കിടയിൽ ഉയർന്നു. പക്ഷേ മാർച്ച് തുടങ്ങി വെറും 50 മീറ്റർ പിന്നോട്ടായിരിക്കും ആദ്യത്തെ പോലീസ് തടയൽ. ഇവിടെ 1 മണിക്കൂറോളം പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ തർക്കം നടന്നു. അതിനുശേഷം പ്രതിഷേധക്കാർ മുന്നോട്ട് പോകാൻ അനുമതി ലഭിച്ചു. പക്ഷേ അതോടെ കാര്യങ്ങൾ അവസാനിച്ചില്ല. രണ്ടാമത്തെ ബാരിക്കേഡ്, അവിടെയും പ്രതിഷേധക്കാരെ തടഞ്ഞു. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടന്നു. ഇനി വരുന്നത് 3ാമത്തെ തടസ്സം. ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു 3ാമത്തെ ബാരിക്കേഡ്. ഇവിടെയാണ് പോലീസ് ശക്തമായ നടപടിക്ക് തയ്യാറെടുത്തതിന്റെ ആദ്യ സൂചനകൾ വ്യക്തമായത്. ബാരിക്കേഡിന്റെ മറുവശത്ത് വാട്ടർ കനാൻ വാഹനങ്ങളും കണ്ണീർവാത വാഹനങ്ങളും തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരുടെ എണ്ണം ഇതിനോടകം വളരെയധികം വർദ്ധിച്ചിരുന്നു. 3ാമത്തെ ബാരിക്കേഡും പ്രതിഷേധക്കാർ മറികടന്നു. പിന്നീട് 4ാമത്തെ ബാരിക്കേഡ്. ഇവിടെ ബാരിക്കേഡിൽ മുള്ളുകമ്പികളും സ്ഥാപിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധക്കാർ മറ്റൊരു വഴി കണ്ടെത്തി. അടുത്തുള്ള കുന്നിലൂടെ കയറി അവർ ബാരിക്കേഡ് മറികടന്നു. അതിനുശേഷം 5ാമത്തെ ബാരിക്കേഡ്. ഇവിടെ മുള്ളുകമ്പികൾ. ഇത്തവണ പോലീസ് വാട്ടർ കാനൺ പ്രയോഗിച്ചു. വെള്ളം ശക്തിയായി പ്രതിഷേധക്കാർ നേരെ ചീറ്റിച്ചു. പക്ഷേ അതുകൊണ്ടും പ്രതിഷേധക്കാർ പിന്മാറിയില്ല. 5ാമത്തെ തടസ്സവും മറികടന്ന് അവർ മുന്നോട്ട് നീങ്ങി. അവസാനം എത്തിയത് 6ാമത്തെയും അവസാനത്തെയും ബാരിക്കേഡിന് മുന്നിൽ. ഇവിടെയാണ് മണിക്കൂറുകൾ നീണ്ട സംഘർഷം ആരംഭിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ലാത്തി ചാർജ് നടന്നു. 2 റൗണ്ട് ലാത്തി ചാർജ് നടന്നത് ദ ക്വിൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ നിരവധി തവണ കണ്ണീർ വാതക ഷെല്ലുകളും പ്രയോഗിച്ചു. ഇതിനിടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രതിഷേധക്കാർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പോലീസ് അവരെ തടയാൻ ശ്രമിച്ചു. സംഘർഷം രൂക്ഷമായി. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ പ്രതിഷേധക്കാരും ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല. ചിലർ വയലുകളിലൂടെ പോയി, ചിലർ മതിലുകൾ കയറി. മറ്റു വഴികൾ കണ്ടെത്തി അവർ നിയമസഭാ കവാടത്തിന് സമീപത്തേക്ക് എത്താൻ ശ്രമിച്ചു. അവരുടെ മുദ്രാവാക്യം ഒന്നായിരുന്നു: പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണം. ഇവിടെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്താണ് ഈ വിദ്യാർത്ഥികളെ ഇത്രയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്? JPSC, JSC റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളാണ് പ്രധാന ആരോപണം. സർക്കാർ ജോലി നേടാൻ വർഷങ്ങളോളം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പരീക്ഷയിലെ ക്രമക്കേടുന്നത് വെറും ഒരു ഭരണപരമായ പിഴവല്ല. അതവരുടെ വർഷങ്ങളായുള്ള അധ്വാനത്തെയും ഭാവിയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് CBI അന്വേഷണം വേണമെന്ന് ആവശ്യം ഇപ്പോഴും പ്രധാന വിഷയമായി തുടരുകയാണ്. ജാർഖണ്ഡ് സർക്കാർ പ്രതിഷേധക്കാരുടെ മറ്റു പല ആവശ്യങ്ങളും അംഗീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും സമവായമുണ്ടായിട്ടില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ JPSC ചെയർമാനെ CID അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ചോദ്യം വീണ്ടും ഉയരുകയാണ്. ഒരു അന്വേഷണം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന സ്വതന്ത്രമായ അന്വേഷണം എന്തുകൊണ്ട് ഇത്രയും വലിയ തർക്ക വിഷയമാകുന്നു? ഇനി മറ്റൊരു പ്രധാന വശം, പോലീസിന്റെ വിശദീകരണം. പ്രതിഷേധം സമാധാനപരമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി നേതാക്കളുടെ വാദം. എന്നാൽ പോലീസ് പറയുന്നത് ചില പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് തങ്ങൾക്ക് നടപടി സ്വീകരിച്ചതെന്നാണ്. അതായത് ഇവിടെ 2 വ്യത്യസ്ത വാദങ്ങളാണ് ഉയരുന്നത്. വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കണം. പോലീസ് പറയുന്നു നിയമപരമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിച്ചതിനാലാണ് നടപടി. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധവും നിയമവും തമ്മിലുള്ള ഈ സംഘർഷം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ് യഥാർത്ഥ ചോദ്യം. ഏറ്റവും ശ്രദ്ധേയ കാര്യം മറ്റൊന്നാണ്. 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു മാർച്ചിന് 6 പാളി ബാരിക്കേഡുകൾ. ആദ്യത്തെ ബാരിക്കേഡ് മുതൽ അവസാനത്തേതുവരെ സുരക്ഷാ സന്നാഹം ഓരോ ഘട്ടത്തിലും ശക്തമായി. ഇതെല്ലാം നേരിട്ടിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നിയമസഭാ കവാടത്തിന് സമീപത്തേക്കെത്തി. അതിനാൽ ഇത് വെറും ഒരു പ്രതിഷേധത്തിന്റെ കഥയല്ല. വിദ്യാർത്ഥികളും ഭരണകൂടവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പ്രശ്നം കൂടിയാണ്. അവസാനം വൈകുന്നേരത്തോടെ നിയമസഭാ സമ്മേളനം അവസാനിച്ചു. MLA മാർ ഇതിനോടകം നിയമസഭ വിട്ടിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ അവിടെ തന്നെ തുടർന്നു. വൈകുന്നേരം 7 മണിയോടെ പ്രതിഷേധക്കാരും JLKM നേതാവ് ദേവേന്ദ്ര മഹത്തോയും ഉൾപ്പെടെയുള്ളവർ പോലീസ് നിയമസഭാ പരിസരത്ത് നിന്ന് ബലമായി നീക്കി. ഒരു ദിവസം നീണ്ട പ്രതിഷേധം അങ്ങനെ അവസാനിച്ചു. പക്ഷേ ചോദ്യം അവസാനിച്ചിട്ടില്ല. JPSC, JSC പരീക്ഷകളിലെ ആരോപണ വിധേയമായ ക്രമക്കേടുകൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന CBI അന്വേഷണം ഉണ്ടാകുമോ? അതോ നിലവിലുള്ള CID അന്വേഷണം തന്നെ തുടരുമോ? അതിലും പ്രധാനമായി, ഒരു ജനാധിപത്യത്തിൽ വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ആദ്യ പ്രതികരണം ബാരിക്കേഡുകളാകണമോ?